തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ തോട്ടിൽ കാണാതായ ശുചീകരണ തൊഴിലാളി ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത് രാവിലെ 9:15 തകരപ്പറമ്പിലെ തോട്ടിൽ കോർപ്പറേഷൻ ജീവനക്കാരാണ് മൃതദേഹം കണ്ടത്. ജീർണിച്ച അവസ്ഥയിലായിരുന്നു മൃതദേഹം. ബന്ധുക്കളും സഹപ്രവർത്തകരും തിരിച്ചറിഞ്ഞത്. 46 മണിക്കൂർ നീണ്ടതായിരുന്നു ജോയിക്കായുള്ള ദുഷ്കരമായ തെരച്ചിൽ ദൗത്യം. ഒടുവിൽ 3-ാം ദിവസം തകരപ്പറമ്പിലെ തോട്ടിൽ ഉപ്പടാമോട് ഇരുമ്പുപാലത്തിന് സമീപം ജോയിയുടെ മൃതദേഹം പൊങ്ങി. രാവിലെ 9:15 തിരച്ചിലിനെത്തിയ കോർപ്പറേഷൻ ജീവനക്കാരാണ് മൃതദേഹം കണ്ടെത്തിയത്. ജീർണിച്ച നിലയിലായിരുന്നതിനാൽ ആദ്യം മൃതദേഹം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. നമ്മൾ ബ്ലോക്കിലവിടെ നോക്കി ഇങ്ങനെ വന്ന് ഉപ്പളമ്പുഴത്ത് ഇപ്പുറത്ത് വന്നപ്പോഴാണ് ഇതുപോലെ തുണി മൂടി ഒന്ന് കിടക്കണം. നമുക്കൊരു സംശയം തോന്നി. അങ്ങനെ നമ്മളൊരു മുള തൊട്ടിട്ട് മുകളിൽ കിടന്ന തുണി ഒന്ന് മാറ്റി നോക്കിയപ്പോഴാണ് ഇതേപോലെ ബോഡി ഒന്നും മനസ്സിലായി കമ്മുന്ന നടന്ന് കിടക്കുകയായിരുന്നു. പിന്നീട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ എത്തിച്ച മൃതദേഹം പഞ്ചായത്ത് അംഗവും സഹപ്രവർത്തകരും തിരിച്ചറിഞ്ഞു. ജോയിയുടെ സഹോദരന്റെ മകനും മൃതദേഹം തിരിച്ചറിഞ്ഞതോടെ മേയർ ആര്യ രാജേന്ദ്രന്റെ ഔദ്യോഗിക സ്ഥിരീകരണം. ജോയി എന്ന വ്യക്തിയാണ് ഇവിടെ മരണപ്പെട്ടത് എന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും അദ്ദേഹത്തോടൊപ്പം ആ സമയത്ത് ജോലിയുടെ ഭാഗമായിരുന്ന മറ്റു തൊഴിലാളികളും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ബ്രദറിൻ്റെ മകനാണ് എത്തിയിട്ടുള്ളത്. അവർ ഇന്നലെയും നമ്മളവിടെ തിരച്ചിൽ നടത്തുന്ന സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ജോലിയുടെ ഭാഗമായ മറ്റു തൊഴിലാളികളുമുണ്ട്. ഫയർഫോഴ്സിന്റെ സ്കൂബ ഡൈവേഴ്സ് ആദ്യം മുതൽ സമാനതകളില്ലാത്ത തിരച്ചിലാണ് റെയിൽവേ ട്രാക്കുകൾക്കടിയിലൂടെയുള്ള മാലിന്യം നിറഞ്ഞ ടണലിനുള്ളിൽ നടത്തിയത്. NDRF, നാവികസേന എന്നിവരും തിരച്ചിലിനെത്തി. രാവിലെ സംയുക്ത തിരച്ചിൽ ആരംഭിച്ച് മിനിറ്റുകൾക്കകമാണ് ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.